എല്ലാവർക്കും നമസ്കാരം. ശിവ വർഷിപ്പ്, ശിവ ആരാധന. നമ്മൾ ആരാധിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഒരു തമിഴ് ശൈവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ കൂടുതലും ക്ഷേത്ര ആരാധനയും പൂജകളും അതേപോലെ തന്നെ ശിവനെ എപ്പോഴും ഒരു കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് കാണുന്നത്. സദാസമയം മഹാദേവ മഹാദേവ ശിവ 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 എന്നിരിക്കുന്ന ഒരു ക്രമീകരണം ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് നമ്മൾ ശിവന് വേണ്ടി കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരാഘോഷമില്ലെങ്കിലും നമുക്കറിയാം, നമ്മുടെ ചുറ്റിനും ഒരു നാട്ടിൽ തന്നെ ഉത്സവം നമ്മൾ വളരെ മനോഹരമായിട്ട് നടത്തും. അത് നമ്മുടെ ദേവന് വേണ്ടി കൊടുക്കുന്ന വലിയൊരു ഇതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ശിവനെന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ വലിയൊരു അംഗത്തെ പോലെ കണ്ട് ഒരു ഭക്തി മാർഗത്തിലാണ് ശിവ വർഷിപ്പ് എപ്പോഴും നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തമിഴ് ശൈവത്തിൻ്റെ ഒരു രീതിയാണ്. അവർ എപ്പോഴും ഭരതനാട്യം, പൂജ ഇങ്ങനെയുള്ള ക്രമീകരണത്തിനൊക്കെയാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡറായിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതിലെ കൊത്തുപണികൾ, ഇതെല്ലാം തന്നെ അടിസ്ഥാനപ്പെടുത്തുന്നതിൻ്റെ ഒരു അടിസ്ഥാന ക്രമത്തിലാണ് ശിവൻ്റെ രീതി ഉണ്ടായത്. ഈ രീതിയിലൊക്കെ തന്നെയാണ് ഓരോ പരമ്പരകളായിട്ടുള്ള രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പല പരമ്പരകളുണ്ട് ശൈവത്തിൽ തന്നെ. എന്നാൽ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് എപ്പോഴും കാശ്മീരി ശൈവം എന്ന് പറയുന്നത്. എന്നാൽ ശൈവമെല്ലാം വ്യത്യസ്തമാണ്. പല രീതിയിലുള്ള ശൈവ പരമ്പരകളുണ്ട്. എപ്പോഴും സെൽഫ് റിയലൈസേഷനാണ് കാശ്മീരി ശൈവത്തിൽ പറയുന്നത്. അവിടാണ് കുണ്ടലിനി യോഗ, അവിടാണ് യന്ത്ര മന്ത്ര അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അത് വലിയ ഗ്രാൻഡറായിട്ടുള്ള വലിയ ചിദംബരം പോലെയും അല്ലെങ്കിൽ തിരുവണ്ണമല പോലുള്ളയും ക്ഷേത്ര ക്രമീകരണമായിരിക്കില്ല. ശിവൻ്റെ ആ രീതിയിലുള്ള ഇതല്ല. ഇത് പൂർണ്ണമായിട്ട് ഊർജം കൊണ്ടുള്ള ഒരു നിക്ഷേപ ക്രമീകരണമായിരിക്കും. അവിടെ പൂർണ്ണമായിട്ടും രണ്ടിലും തമ്മിലുണ്ടാകുന്ന വ്യത്യസ്തം ആയിട്ടുള്ള രീതികളെ ഞാൻ പറയാം. ഭക്തിമാർഗം എപ്പോഴും നമ്മുടെ കുടുംബത്തിന് വളരെയേറെ സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും എല്ലാം നിലനിർത്തുവാനും ഭക്തി നമുക്കുണ്ടാകും. അതും ഡിവൈനാണ്. ഡിവൈൻ വർഷിപ്പിൽ എന്താ, നമ്മൾ ഭക്തി ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഉള്ളിലും ആ ഡിവൈനോടുള്ള സ്നേഹം വളരെയേറെ വർദ്ധിക്കും. നമ്മൾ സംതൃപ്തമായ ഒരു അവസ്ഥയിലായിരിക്കും കടന്നു പോകുന്നത്. 100% ഉറപ്പാണ്. ഭക്തിമാർഗത്തിൽ നമുക്ക് വളരെയേറെ നമുക്ക് മുന്നോട്ട് പോകും. ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾ നേടി അവിടെ പ്രത്യേകിച്ച് അധികം കുഴപ്പങ്ങളില്ലാതെ, കുഴപ്പങ്ങൾ വന്നാലും ഡിവൈൻ മാറ്റുന്ന രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ട് നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സ്റ്റേബിളായിട്ട് ഒരു പൂർണ്ണത്വമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കൊണ്ടുപോകും. നമുക്കെപ്പോഴും സമാധാനമുണ്ടാകും നമ്മുടെ ബന്ധത്തിലും ആരോഗ്യത്തിലും ഒക്കെ തന്നെ ഭക്തിമാർഗത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ അങ്ങനെ വർഷിപ്പ് ചെയ്യുന്നതും നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ഭക്തിമാർഗത്തിൽ നമ്മൾ സറണ്ടർ ചെയ്യാനുള്ള രീതി എന്ന് പറയുന്നത്. പക്ഷേ തന്ത്രയോഗ എപ്പോഴും ശൈവ പരമ്പരയിൽ കാശ്മീരി ശൈവത്തിൽ വരുന്നതാണ് തന്ത്രയോഗ. തന്ത്രയോഗ അടിസ്ഥാനപ്പെടുത്തുന്നതും ഭക്തിയോഗത്തിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. തന്ത്രയോഗ അടിസ്ഥാനപ്പെടുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ 5 മിനിറ്റ് കണ്ണടച്ച് ഒന്ന് നിങ്ങളിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് പരമാനന്ദം ഒഴുകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കടക്കണം. നിങ്ങളുടെ അടിസ്ഥാന പ്രക്രിയ ഇതാണ്. നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണുനീരൊഴുകണം. സ്വാമി വിവേകാനന്ദന് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീരാമ പരമഹംസം അദ്ദേഹത്തിന് തൊട്ടപ്പോൾ ഉണ്ടായ ഒരു എക്സ്റ്റസിയുടെ ഫീലുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ഥിരപ്രാപ്തിയുള്ള സദാസമയം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണുനീരൊഴുകുവാനും ആ ആനന്ദ കണ്ണുനീര് പൂർണ്ണമായിട്ട് നിങ്ങളെ ലിബറേഷനിലേക്ക് നയിക്കുവാനും മുക്തി മാത്രമാണ് തന്ത്രയോഗയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. സ്പന്ദനമെന്ന് പറയും. ഭക്തിമാർഗത്തിൽ ഒരിക്കലും സ്പന്ദനമില്ല. നമ്മൾ ഡിവൈനെ വർഷിപ്പ് ചെയ്യുന്നു. നമ്മൾ ഡിവൈൻ എന്താണോ പൂജാവിധികൾ കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ക്രമീകരണമായിരിക്കും എപ്പോഴും ഭക്തിമാർഗത്തിൽ. അതിനെയാണ് നമ്മൾ കൂടുതൽ ഡിവൈൻ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ആ രീതിയിലുള്ള ഭക്തിമാർഗത്തിലെ ഭജനകളും കാര്യങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ശൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാശ്മീരി ശൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും വ്യത്യസ്തമാണ്. ശിവശക്തി എന്നാണ് പറയുന്നത്. ശക്തിക്കാണ് ആദ്യ പ്രാധാന്യം. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനം എൻ്റെ ഉള്ളിൽ അറിയണം എന്നാണ് അതിൻ്റെ ഇൻറ്റൻഷൻ. ഇവിടെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മുടെ ഊർജം അറിയുന്ന സ്പന്ദനമെന്ന്, ശിവസ്പന്ദനമെന്ന് പറയും. ആ ശിവസ്പന്ദനത്തെ അറിയുന്ന ക്രമീകരണമാണ് എപ്പോഴും കാശ്മീരി ശൈവത്തിൽ വരുന്നത്. പൂർണ്ണ ഊർജത്തെ, ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ കോസ്മിക് എനർജിയെ നമ്മൾ അറിയുന്ന പ്രക്രിയയാണ് എപ്പോഴും കാശ്മീരി ശൈവത്തിൽ വരുന്നത്.
അത് അതിൻ്റെ ക്രമീകരണമാണ് ഞാൻ പറയല. ഒരു ശിവാനന്ദ ലഹരി എന്ന് പറയുന്നത് അടിസ്ഥാനപ്പെടുത്തുന്നത്. നിങ്ങളെ ആ ലഹരിയിലേക്ക് നയിക്കും തന്നെ. ആരാണോ തന്ത്രയോഗ ചെയ്യുന്നത്, തന്ത്രയോഗയുടെ ഫലം വളരെ വലുതാണ്. കുറച്ച് നിങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനയും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള വർഷിപ്പും ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് കണ്ണുകൾ അടച്ചാൽ ഞാൻ പറഞ്ഞ പോലെ പരമാനന്ദത്തിൻ്റെ കണ്ണുനീർ തുള്ളി നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒലിച്ചു തുടങ്ങും. അവിടെ നിങ്ങൾ മോചനപ്പെടുകയാണ്. അവിടെ നിങ്ങൾ സംതൃപ്തമാവുകയാണ്. അവിടെ നിങ്ങൾ പരമാനന്ദത്തിൻ്റെ ആനന്ദത്തിൻ്റെ നിറകുടം നിങ്ങൾ അനുഭവിക്കുകയാണ്. ആ അവസ്ഥയാണ് മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ തട്ട്. ജീവൻ്റെ ഏറ്റവും ഉയർന്ന മാനമാണ് പരമാനന്ദവും ലഹരി എന്ന് പറയുന്നത്. അത് തന്നെ ഒരു ജ്ഞാനമില്ലെങ്കിലും ഒരു ഭഗവാനോടും എനിക്കിത് വേണമെന്നും അത് വേണമെന്നും ഒന്നും പറയില്ല. ആ ലഹരിയിൽ തുടരുവാനായിട്ടുള്ള ക്രമീകരണം കൊണ്ടുവരും. എപ്പോഴും ഈശ്വരനെ അറിയാനായിട്ടുള്ള മാർഗമാണ് തന്ത്രയോഗ എന്ന് പറയുന്നത്. എല്ലാം അവരുടെ സ്വഭാവ രീതി അനുസരിച്ച് നമുക്കൊരെല്ലാവർക്കും ഒരു സ്വഭാവം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. സെൽഫ് റിയലൈസേഷനാണ് എപ്പോഴും തന്ത്രയോഗ. ഭക്തിമാർഗവും തന്ത്രയോഗയും തമ്മിലുള്ള രണ്ട് വ്യത്യസ്തം അടിസ്ഥാനത്തിനെ ഞാൻ മനസ്സിലാക്കി തന്നതാണ്. രണ്ടും തമ്മിലുണ്ടാവുന്ന ഒരു സെൽഫ് റിയലൈസേഷനിലുണ്ടാവുന്ന ആത്മമോചനവും ആ പരമാനന്ദ ലഹരിയും, മറ്റേത് നമ്മുടെ ഇവിടെ ചെയ്യുന്ന എല്ലാ വർഷിപ്പിൻ്റെ അടിസ്ഥാനവും അത് നിങ്ങളെ മെറ്റീരിയലായിട്ടുള്ള ഒരു വെൽബീയിങ്ങിന് വേണ്ടി മാത്രം നിങ്ങളെ കൊണ്ടുപോകും. പക്ഷേ മെറ്റീരിയൽ വെൽബീയിങ്ങിനെക്കാട്ടിൽ എത്രയോ മടങ്ങാണ് നിങ്ങളുടെ ഉള്ളിലെ പരമാനന്ദ ലഹരി എന്ന് പറയുന്നത്. അനുഭവിച്ചറിയാനായി കൃപയുണ്ടാവട്ടെ എല്ലാവർക്കും. നമസ്കാരം.